ഹലോ എവ്രിവൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കാണാന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അതിനു മുന്നേ ഒരു മെട്രിക്സിന്റെ റോ എന്താണ്, കോളം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ മെട്രിക്സിന്റെ ഓർഡർ അല്ലെ, ഓർഡറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 1 2 3 4 5 6 7 8 9 ഞാൻ ജസ്റ്റ് കുറച്ച് നമ്പേഴ്സ് എഴുതി ഒരു മെട്രിക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മെട്രിക്സ് വെച്ചിട്ട് റോ എന്താണ്, കോളം എന്താണ് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് അല്ലെ, ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റോസ്. എന്താണ്? റോസ്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോസ്. ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് അല്ലെ, വെർട്ടിക്കൽ ആയിട്ടുള്ളതിനെ വിളിക്കുന്ന പേരാണ് COLUMNS. എന്താണ്? കോളംസ്. എന്തെന്നാണ്? കോളംസ്. ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതിനെ നമ്മൾ റോസ് എന്ന് വിളിക്കും. ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ കോളംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ മെട്രിക്സിന്റെ റോസ് ആയി, കോളംസ് ആയി. ഇനി എന്ത് വേണം? ഈ ഒരു മെട്രിക്സ് അല്ലെ, ഈ ഒരു മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഓർഡർ നമ്മൾ പറയാ റോസിന്റെ എണ്ണം അല്ലെ, റോസിന്റെ എണ്ണം ആദ്യം എഴുതും. എന്നതിന് ശേഷം ഒരു ഇൻറ്റു എന്നുള്ള സൈൻ ഇട്ടതിന് ശേഷം നമ്മൾ കോളത്തിന്റെ എണ്ണം എഴുതും. അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെ എത്ര റോ ഉണ്ട്? 1 2 3 അല്ലെ. എത്ര റോ ഉണ്ട്? 3 റോ ഉണ്ട് അല്ലെ. റോയിനെയാണ് നമ്മൾ ഫസ്റ്റിൽ എഴുതുക അല്ലെ. എത്ര റോ ഉണ്ട്? 3 റോ ഉണ്ട്. അപ്പൊ 3 എഴുതി ഒരു മൾട്ടിപ്ലിക്കേഷന്റെ സൈൻ ഇട്ട് അല്ലെ. ഇനി എന്ത് എഴുതാനായിട്ട് പോകണം? ഇനിയാണ് നമ്മളെ കോളംസ് എഴുതണം അല്ലെ. ഇവിടെ കോളംസ് എത്ര ഉണ്ട്? 1 2 3 അല്ലെ. ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതിനെ റോസ് എന്നും വെർട്ടിക്കൽ ആയിട്ടുള്ള നമ്മൾ കോളംസ് എന്നാണ് പറഞ്ഞത് അല്ലെ. റോസ് 3 ഉണ്ട്, കോളംസ് എത്രയുണ്ട്? 1 2 3 അല്ലെ. 3 കോളംസും ഉണ്ട്. അപ്പോൾ ഈ ഒരു മെട്രിക്സിന്റെ അല്ലെ, ഈ ഒരു മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ്? 3/3 മെട്രിക്സ് ആണ് ഇത് അല്ലെ. എന്ന് പറയുന്ന എന്ത് തരം മെട്രിക്സ് ആണ്? ഒരു 3/3 മെട്രിക്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി വേറൊരു ക്വസ്റ്റ്യൻ തരാം. ഒരു മെട്രിക്സ് ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 1 2 1 2 1 2 ഓക്കെ, ഇങ്ങനെ തന്നെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു മെട്രിക്സിന്റെ റോ എന്താണ്, കോളം എന്താണ് എന്ന് കണ്ടുപിടിച്ചാലാണ് നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റുക? നമുക്ക് ഈ ഒരു മെട്രിക്സിന്റെ ഓർഡർ എഴുതാനായിട്ട് പറ്റുക അല്ലെ. ഓർഡർ എഴുത എങ്ങനെയാ? എത്ര റോ ഉണ്ടെന്നും എത്ര കോളം ഉണ്ടെന്നും മനസ്സിലാക്കണം അല്ലെ. ഇവിടെ റോ എത്ര ഉണ്ട്? 1 2 3 അല്ലെ. എത്ര റോ ഉണ്ട്? 3 റോ ഉണ്ട് അല്ലെ. റോ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഇടാം അല്ലെ. എന്നതിന് ശേഷം ഇനി എന്ത് എഴുതണം? കോളംസ് എത്ര ഉണ്ട് എന്ന് എഴുതണം അല്ലെ. എത്ര ഉണ്ട്? 1 2 അല്ലെ. എത്രയാണ് കോളം ഉള്ളത്? 2 കോളംസ് ആണ് ഉള്ളത്. അപ്പൊ ഈ ഒരു തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ്? 3/2 മെട്രിക്സ് ആണ് അല്ലെ. ബി എന്ന് പറയുന്ന എന്ത് മെട്രിക്സ് ആണ്? ഒരു 3/2 മെട്രിക്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അങ്ങനെയാണ്, ഇതാണ് നമ്മളുടെ മെട്രിക്സ്. ഓക്കെ, ഓർഡർ മനസ്സിലായി, കോളംസ് എങ്ങനെയാണ്, റോ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ മനസ്സിലായി. നമ്മൾ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് മെട്രിക്സിന്റെ ഓപ്പറേഷൻ, അഡീഷൻ അല്ലെ, അഡീഷൻ ഓഫ് മെട്രിക്സ്, സബ്ട്രാക്ഷൻ ഓഫ് മെട്രിക്സ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ്. ഈ ഒരു 3 മെട്രിക്സിന്റെ അഡീഷൻ എങ്ങനെയാണ്, സബ്ട്രാക്ഷൻ എങ്ങനെയാണ്, മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് എന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് ആണ് അല്ലെ. എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാ കാണാന്നാണ് പറഞ്ഞത്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 2 4 5 10 ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം തന്നെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് ഇത്. അപ്പൊ നിങ്ങളോട് ചോദിച്ച് ഫൈൻഡ് the determinant of A അല്ലെ. ഫൈൻഡ് ദ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞതെന്ന് വിചാരിക്കുക. എങ്ങനെയാ കാണാം? അതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഒരു മെട്രിക്സിനെ ഇങ്ങനെ സൂചിപ്പിക്കും. അപ്പോൾ ആ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിനെ നമ്മൾ സൂചിപ്പിക്കുക
ഇങ്ങനെയാണ്. അതായത് ഈ ഒരു എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണെങ്കിൽ എന്റെ അപ്പുറം ഇപ്പുറം ഒരു വര ഇട്ട് കൊടുക്കും. അതിനെയാണ് നമ്മൾ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് മെട്രിക്സിന്റെ ഫോം അല്ലെ. ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് പോലെയാണ് മെട്രിക്സിന്റെ ഫോം അല്ലെ. പക്ഷെങ്കിൽ ഡിറ്റർമിനന്റ് ഫോം എന്താ? ഒരു രണ്ട് സൈഡിൽ ഒരു വര. ഓക്കെ, ഈ ഒരു എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, കാണാം അല്ലെ. ഡിറ്റർമിനന്റ് അല്ലെ. ഡിറ്റർമിനന്റ് കാണാൻ ഇതെങ്ങനെ ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 10 5 × 20 അല്ലെ. 2 × 10 മൈനസ് 5 × 20 എത്ര വരും? 2 × 10 മൈനസ് 5 × 4 അല്ലെ. 5 × 4 എത്ര വരും? 20 മൈനസ് 20 അല്ലെ. 20 മൈനസ് 20. ഈ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 0. ഈ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 0 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി വേറൊരു മെട്രിക്സിന്റെ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുള്ളത് 3 2, ഇവിടെ തന്നിട്ടുള്ളത് 4 8. ഓക്കെ, ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് അല്ലെ. ഡിറ്റർമിനന്റ് കാണാം എ അല്ലെ. ഡിറ്റർമിനന്റ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 3 × 8 ചെയ്യാം അല്ലെ. 3 × 8 മൈനസ് 4 × 2 അല്ലെ. 4 × 2 എത്ര കിട്ടും? 8 × 3 എത്ര വരും? 24 മൈനസ് 4 × 2 8 അല്ലെ. 24 മൈനസ് 8 എത്രയാ വരിക? 24 മൈനസ് 8 24 മൈനസ് 8 എത്ര വരും? ഇവിടെ 1 ആവും, ഇവിടെ 14 ആവും അല്ലെ. 8 എത്ര വരും? 6 വരും, ഇവിടെ 1 വരും അല്ലെ. അപ്പൊ ആൻസർ എത്ര വരും? 16. ഈ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എത്രയാണ് വന്നിട്ടുള്ളത്? 16 ആണ് വന്നിട്ടുള്ളത്. ഇത് ഒരു 2 by 2 മെട്രിക്സ് ആണ്.